ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മുട്ട കൊണ്ട് പുട്ടുകുറ്റിയിൽ ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം ചായയുടെ കൂടെ വെറുതെ കഴിക്കാനൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ ഇതിലേക്കൊരു മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 വലിയ സ്പൂണോളം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് മീഡിയം സൈസിലുള്ളൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും 2-3 തണ്ട് കറിവേപ്പില അരിഞ്ഞതും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും, ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വളർന്നു വരാൻ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വളർന്നു വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ആ ചെറിയൊരു പുളി കൂടെ വരുമ്പോൾ തക്കാളി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം, നന്നായിട്ട് അങ്ങോട്ട് ഉടഞ്ഞു വരുമൊന്നും വേണ്ട കേട്ടോ. ഞാനിവിടെ ഒരു 3 മിനിറ്റോളം ചെറിയ തീയിൽ വെച്ചപ്പോഴേക്കും തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പൊടികൾ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കോഴിമുട്ടയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. കോഴിമുട്ട ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഇത് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കോഴിമുട്ടയുടെ കുറച്ചും കൂടെ വലിയ പീസസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ചെറുതായിട്ട് പൊടിയായിട്ടാണ് വേണ്ടതെങ്കിൽ തുറന്ന് വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 മിനിറ്റ് മൂടി വെച്ചപ്പോഴേക്കും കോഴിമുട്ട നല്ലപോലെ വെന്തിട്ട് ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് റവ എടുക്കുന്നുണ്ട്. ഇതിന് പകരം പുട്ടുപൊടിയോ അല്ലെങ്കിൽ സാധാരണ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒക്കെ ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് മുട്ടയൊക്കെ ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി പുട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പുട്ട് ഉണ്ടാക്കാൻ ഇപ്പോൾ ഗോതമ്പ് പൊടിയാണെങ്കിലോ ഓട്സ് ആണെങ്കിലോ റവയോ അങ്ങനെ നിങ്ങൾ പുട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം അതെടുക്കുക കേട്ടോ. നമ്മളിതിൽ തേങ്ങയ്ക്ക് പകരം നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഒരു എഗ് മിക്സാണ് വെച്ച് കൊടുക്കുന്നതെന്ന് മാത്രം. ഞാനിവിടെ റവ വെച്ചിട്ടാണ് കേട്ടോ ഈ പുട്ട് ചെയ്യുന്നത്. അപ്പോൾ റവ നമ്മൾ സാധാരണ പുട്ടിനൊക്കെ നനച്ചെടുക്കുന്ന പോലെ നനച്ചെടുത്തിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കുകയാണ് കേട്ടോ, കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ പുട്ട് ഉണ്ടാക്കുന്നത്. നോർമലായിട്ടുള്ള പുട്ടുപൊടിയാണെങ്കിലും മതി, ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം പുട്ടുകുറ്റിയിൽ ചില്ലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ താഴെ ഈ ഒരു ഫില്ലിംഗ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മുൻപ് അയല വെച്ചിട്ടൊരു പുട്ടുണ്ടാക്കിയില്ലേ, ആ വീഡിയോ കണ്ടിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തേങ്ങ ഇല്ലാത്ത കാരണം പുട്ടുണ്ടാക്കലില്ല, ഐഡിയ നന്നായി എന്നൊക്കെ. അപ്പോൾ അയല മാത്രമല്ല, നമുക്ക് ഇതുപോലെ പല ഐറ്റംസും ഇടയിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ട് പുട്ട് ഉണ്ടാക്കാം കേട്ടോ. തേങ്ങ തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ മുട്ട വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോ, നിങ്ങൾക്ക് നല്ല പോലെ ഇഷ്ടമാവും. ഞാനിവിടെ ഇതൊരു 5 മിനിറ്റ് നേരം ആവി കയറ്റി എടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോഴേക്കും നമ്മുടെ പുട്ട് നല്ല പോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും തോന്നും ഇതിന് പകരം പുട്ടും മുട്ടക്കറി ഉണ്ടാക്കിയാൽ പോരെയെന്ന്. മുട്ടക്കറിയും പുട്ടും നമ്മളെപ്പോഴും കഴിക്കുന്നതല്ലേ, ഇതൊന്ന് ഒരു തവണ ഉണ്ടാക്കി നോക്കണം കേട്ടോ. മുട്ടക്കറിയും പുട്ടും കഴിക്കുന്ന പോലെയാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം നമ്മളിത് ആദ്യം ഫില്ലിങ്ങൊക്കെ ഇട്ട് ഒരുപാട് സമയം ആവിയൊക്കെ കയറി കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതിന്. കറി ഒഴിച്ച് പുട്ട് കഴിക്കുമ്പോൾ ഇതുപോലൊരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്